ഹായ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ ഞെട്ടിക്കുന്ന യൂട്യൂബിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ഒരു കമൻറ്റ് മാത്രമല്ല, അതിൻ്റെ താഴെ വേറൊരാളും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാരോ മനഃപൂർവ്വം ചെയ്യിപ്പിക്കണ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കഴിഞ്ഞതിൽ എന്നെ പറ്റിയിട്ട് പബ്ലിക് കേരള എന്ന് പറഞ്ഞ ചാനൽ ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചിനല്ലോ. അതേപോലെ ഒരുപാട് അക്കൗണ്ട് ഫേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുകയാണോ ഒന്നും അറിയൂല. ബട്ട് ഈ ഒരു രസകരമായ കമൻറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ആദ്യം. ഞാൻ എന്നിട്ട് ബാക്കിയുള്ള ശരിക്ക് ക്ലിയറായിട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാൻ ഷോക്കായിപ്പോയി. ആക്ച്വലി എന്താ പറയുക, വല്ലാത്തൊരു ഇല്ലാ കഥകളാണ് ജനങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ച്, എടാ ഇങ്ങനെ സംഭവം ഉണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞേ ആരാ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഞാൻ പോയി നോക്കി. അപ്പോൾ നോക്കിയപ്പം ഇങ്ങനൊരു സംഭവം. അങ്ങനെ ഞാൻ അപ്പാട് സഫായുടെ അടുത്ത് പോയി ചോദിച്ചു, എടി നീ കോഴിക്കോട് പോയായിരുന്നാ മൂവി കാണാൻ? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പോയിട്ടില്ല, ഞാൻ നാട്ടിൽ തന്നെയാണ്. അത് ഞാൻ തെളിവടക്കം കാണിച്ചു തരാം. ആദ്യം നമുക്ക് കമൻറ്റ് വായിക്കാം. ഇത് എനിക്ക് എന്താ പറയുക, എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തിനാണ്? അല്ല, ഏത് സ്കൂതര സാധനമാണ് ഇവൻ കയറ്റിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം ഒന്നിക്കൽ ആരോ പറഞ്ഞ് ചെയ്യിപ്പിക്കണതാണ്, അതെനിക്ക് കൺഫേം ആണ്. എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്, പക്ഷെ സംശയം ഞാൻ ഇപ്പോൾ പറയണില്ല. അതിൻ്റെ ബാക്കിൽ അന്വേഷിക്കുന്നുണ്ട്. സോ അത് ക്ലാരിഫൈ ആയതിന് ശേഷം ഞാൻ കൺഫർമേഷൻ തരാം. അപ്പം കമൻറ്റ് ഇങ്ങനെയാണ്, ഇവർ പറയുന്നത് പച്ചക്കള്ളം. അതായത് ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ ഉണ്ട്, ഒരു എന്നെ തെറി വിളിക്കുന്ന, എന്നെ മോശമായി സംസാരിക്കുന്ന ഒരു വീഡിയോ. ഞാൻ ആ വീഡിയോ പബ്ലിക് ചെയ്തായിരുന്നു. ആ വീഡിയോനകത്ത് വന്നേക്കണ കമൻറ്റ് ഇങ്ങനെയാണ്, ഇവർ പറയുന്നത് പച്ചക്കള്ളം. ഇന്നലെ ഇവനെയും സഫയെയും, അതായത് എന്നെയും സഫാനെയും മോനെയും കുഞ്ഞിനെയും കോഴിക്കോട് ഗാലക്സി തിയേറ്റർ വാഴ 2 കാണാൻ വന്നിരുന്നു. ഞാൻ കണ്ടിരുന്നു ഇവരെ എന്നാണ് ഈ ഒരു കമൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ താഴെ കുറേ കമൻറ്റ്, സത്യമാണോ എന്നിട്ട് കുറേ കമൻറ്റ് കണ്ടു. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ജനങ്ങളിങ്ങനെ ബാക്കിയുള്ളവർ എന്തോ കൂടുതൽ സാധനം അടിച്ചിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടുന്നതും, ഒരു കാര്യമില്ല ബന്ധമില്ലാത്ത കാര്യങ്ങൾ. അതായത് എൻ്റെ കുടുംബവും എൻ്റെ ഫാമിലി ആയിട്ട് എനിക്ക് പിന്നെ കുറച്ചൊക്കെ മനസ്സാക്ഷി ഉണ്ടായതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുന്നാൽ മതി. എനിക്കിഷ്ടമുള്ളവരങ്ങനെ ഞാനങ്ങനെ ഒന്നും മോശമാക്കിയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ ഇത് മൊത്തത്തിൽ എല്ലാം എൻ്റെ കുടുംബമാണല്ലോ. എൻ്റെ കുടുംബത്തിന് ഞാൻ തന്നെ ഇങ്ങനെ ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരും ഒന്നും കുറ്റം പറയാത്തത്. കാരണം പറയണ്ടെങ്കിൽ കുറേ കാര്യമുണ്ട്, വിത്ത് തെളിവടക്കമുണ്ട് പറയാം. പക്ഷേ പിന്നെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു കുട്ടിയുണ്ട്, കുട്ടിയുടെ ഭാവി ചിന്തിക്കണം. അതിന് ആ തെളിവെല്ലാം ഞാൻ കാണിച്ചിതാക്കി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യനെ മോശമാക്കി ചിത്രീകരിച്ച് അങ്ങനെ ആക്കി, പിന്നെ മക്കൾ വലുതായി കഴിഞ്ഞതിന് ശേഷം നിൻ്റെ ഉമ്മ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചിട്ട് എന്നെന്ത് വേണം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ അങ്ങനെ കുറേ ആലോചിച്ചിട്ടാട്ടോ ഞാൻ എൻ്റെ ഫാസ്റ്റുള്ള കഥയും പബ്ലിക് ചെയ്യാത്തത്, നിലവിലുള്ള കാര്യം ഒന്നും പറയാത്തതും ഒക്കെ. എന്താ പറയുക, എനിക്കിടക്കിടക്ക് മനസ്സിൽ ഭയങ്കര വിഷമം വരുന്നു, ഭയങ്കര സങ്കടമാണ്. ഞാൻ സ്നേഹിച്ചുകൊണ്ടായിരിക്കാം ഞാനങ്ങനെ പെട്ടെന്ന് എടുത്തത്. എന്താ പറയുക, തെറ്റ് കാണുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാൻ വയലൻ്റ് ആവും. ആ വയലൻ്റ് ആയതിനു ശേഷം അല്ലാണ്ട് ഞാൻ വെറുതെ വയലൻ്റ് ആകുന്നൊരു ക്യാരക്ടറൊന്നുമല്ല. നല്ലോണം അറിഞ്ഞ് ഒരുപാട് എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്, എത്രത്തോളം പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് ആരും എടുത്ത് പറയാൻ നിൽക്കില്ല. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആരും നല്ലത് പറയൂല, മോശം മാത്രമേ പറഞ്ഞ് പുറത്തിറക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ താഴെ ഇവൻ തന്നെ ഇട്ടേക്കുന്ന ഒരു കമൻ്റ് ഉണ്ട്, കള്ള ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ അവൻ തന്നെയാണ് ഈ ഒരു റിപ്ലൈ തന്നേക്കണത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനല്ല എന്ന് ഞാൻ റിപ്ലൈ കൊടുത്ത്. അപ്പം ഇവൻ പറഞ്ഞേക്കണത് കള്ള ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കരുത് എന്ന്. പറ്റിക്കണത് ആരാ മോനെ? ഇത് ആരാ പറ്റിച്ചുകൊണ്ടിരിക്കണത്? നീ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒന്നിക്കൽ നീ എൻ്റെ വാട്സപ്പ് നമ്പർ എടുത്തോ, നീ അതിൽ തെളിവയച്ചിട്ട് സംസാരിക്കുക. അല്ലാണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ലക്ഷ്യം നിൻ്റെത് മാത്രമാണ്. ഓക്കെ. സോ നെക്സ്റ്റ് അതിൻ്റെ താഴെ വേറൊരു കമൻറ്റ്, ഞാനും കണ്ടു വേറെ ചെക്കനല്ല
ഇവനും സഫയും മോനും തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കണ്ണിന് ഒരു പ്രശ്നവുമില്ല. എന്തോ പ്രശ്നമുണ്ട്. എന്നാൽ സീരിയസ്ലി നിൻ്റെ കണ്ണിന് എന്തോ വല്ലാത്ത മാരകമായ എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നിൻ്റെ കണ്ണ് പൊട്ടി നശിച്ച് നിൻ്റെ കണ്ണിൽ കാണുന്ന വേറെന്തോ ആണ്. തന്തൊക്കെ പറക്കാത്ത മായിര. ഇത് പറഞ്ഞ അതിന് ശേഷം ഞാൻ സഫാനോട് ഞാൻ ചോദിച്ചേക്കണ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് കേൾക്ക്. ഞാനപ്പാട് ജസ്റ്റ് മെസ്സേജ് അയച്ചു. സഫാൻ്റെ അടുത്ത് ചോദിച്ചു, കോഴിക്കോട് വായ മൂവി കാണാൻ പോയിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പം നോ എന്നുള്ള ആൻസറാണ് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, പറ്റുമെങ്കിൽ വോയിസ് അയക്കുന്നത്. വാഴ കാണാനാ? കോഴിക്കോടാ? ഇല്ല, ഞാൻ വാഴ കണ്ടിട്ടേ ഇല്ല. കാണാൻ പോണം. ഇന്നലെ ഞാൻ വൈറ്റിലുണ്ടായത്. വൈറ്റില. ഇത് ഏത് വീഡിയോയുടെ കമന്റ് അല്ല, ഏത് വീഡിയോക്ക് താഴെ വന്ന കമന്റാ? അതിന് കുട്ടി വീട്ടില്, ഞാൻ വൈറ്റില്. അപ്പോൾ അതിന് ശേഷം സഫ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമില്ല, ഞാൻ വൈറ്റിലാണ്, അതായത് എറണാകുളത്താണ് സഫ ഉള്ളത്. സോ ഇപ്പം പിന്നെ ഇവൻ ആരാ കണ്ടത്? ഇവന്മാർ ഈ രണ്ടാൾക്കാരാണ് ഈ ഒരു കമൻറ്റ് ഇട്ടേക്കണത്. ഇവന്മാർ രണ്ട് കണ്ണുവട്ടന്മാരാണ്. അല്ലെങ്കിൽ എന്തോ വില്ലെന്തോ സാധനം അടിച്ചിട്ട് കാണാത്ത ആളെ കാണുന്നു. മറ്റാ പെണ്ണില്ല, സൈക്കോ പോലത്തെ പെണ്ണ്. ആ പെണ്ണ് പറഞ്ഞ കണക്കെ എൻ്റെ അടുത്ത ആളെ ഞാൻ കണ്ടു, സംസാരിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ഇവന്മാറും കണ്ടതായിരിക്കാം. എന്തെങ്കിലും പറയുന്നവരെന്തും പറഞ്ഞോട്ടെ, അതൊന്നും സത്യാവസ്ഥ അറിയാണ്ട് വിശ്വസിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ അടുത്ത വോയിസ്. അല്ല, 6 മണിക്കൂറായാലും ഇട്ടിട്ട്. അപ്പൊ ഇന്നലെ ഉദ്ദേശിക്കുമ്പോൾ ഇന്നലെ കഴിക്കുള്ളൂ. ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായില്ല. അല്ല, മീൻസ് ഞാൻ വൈറ്റിലായിരുന്നേ, കോഴിക്കോട് ഉണ്ടായില്ല. ഇതാണ് പറയണത്. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ഓരോരോ യൂട്യൂബേഴ്സും അതേപോലെ തന്നെ ഫേക്ക് ID ക്രിയേറ്റ് ചെയ്തിട്ട് അവരെന്നെ ചെയ്യുന്നതായിരിക്കാം. കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ വന്ന് കമൻ്റ് ഇടുന്നതാണ് ഈ കാണുന്നത്. മനസ്സിലായി? കാരണം ചില ആൾക്ക് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യണം. ആ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വഷളാക്കി മാറ്റണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ, ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചിട്ടാണ് ഇവർ ഈ നേട്ടങ്ങൾ നേടുന്നത്. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നാറികൾക്കൊക്കെ ഒരു സമയത്ത് കിട്ടിക്കോളും. പിന്നെ ഞാനും സഫയും എന്താ പറയുക, എവിടെയും കോഴിക്കോട് എന്നല്ല എവിടെയും പോയിട്ടില്ല. നമ്മൾ ഒരു തീരുമാനം എടുത്തതിന് ശേഷം നമ്മൾ ഒന്നിച്ച് കണ്ടിട്ട് വരില്ല. നമ്മൾ ഒരു തീരുമാനം എടുത്ത് പരസ്പരം വേണ്ടാന്ന് ചിന്തിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കമൻറ്റിന് റിപ്ലൈ തരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. ഇല്ലാത്ത കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കല്ല. നാളെ നിൻ്റെ കുടുംബത്തിലും ഇതേപോലെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും, പറയുന്നു. നിൻ്റെ വീട്ടിലും നിൻ്റെ ഭാര്യയ്ക്കും ഒരു ഇതേപോലെ അനുഭവം വരട്ടെ, ഇല്ലാക്കഥ ഉണ്ടാക്കുന്ന ഓരോ മൈരന്മാർക്കുള്ള അവസ്ഥ. ഇല്ലാക്കഥ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ അനുഭവം വരണം. ഓൻ്റെ ഫാമിലിക്കും ഇതേപോലെ വലിയ പ്രശ്നം വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത കഥ ക്രിയേറ്റ് ചെയ്യുന്നതിനും നല്ലത് അവൻ്റെ സ്വന്തം ലൈഫിൽ ഓരോ കഥകൾ വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക അവിടെ. ഓക്കെ. പിന്നെ നമ്മുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ജീവിക്കുമ്പം മൂന്നാമതൊരാളും എന്തായാലും എല്ലാവർക്കും വേദനകൾ വരും, അതിൽ പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവരും അവരവരെ സൈഡേ പിടിക്കുള്ളൂ അല്ലേ. സോ ഞാനാരെയും എന്താ പറയുക, ഇല്ലാ കഥ പറഞ്ഞ് നടക്കണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ എൻ്റെ ലൈഫിൽ നേരെ എനിക്ക് കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ഫസ്റ്റ് വൈഫ് പോയതിന് ശേഷം ഒരുപാട് മെൻ്റലി ഞാൻ ഭ്രാന്തനായിരുന്നു. പിന്നെ ഓരോ ഇല്ലാ കഥകൾ കേട്ടിട്ടാണ് ജീവിക്കാൻ തന്നെ താല്പര്യം വന്നതും അതിന് ശേഷം ഉയർന്ന് എണീച്ചതും. പിന്നെ ഒരുപാട് കള്ളക്കേസുകൾ കൊടുക്കാൻ നോക്കി, അങ്ങനെ പല രീതിയിലും എന്നെ കൊടുക്കാൻ നോക്കി മറ്റുള്ളവരെ പലരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എന്തോ പറഞ്ഞ് മനമാറ്റിയതാണ് എൻ്റെ ഫസ്റ്റ് വൈഫിൻ്റെ ഫാമിലിനെയും എന്നാണ് എൻ്റെ സംശയമല്ല, അങ്ങനെ തന്നെയാണ്.
അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ കൂട്ടി പലതും നേടിത്തരാമെന്നുള്ളൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവാം. ഐ ഡോണ്ട് നോ. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. സോ അപ്പോൾ ആരും ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും വിശ്വസിക്കില്ല. ഫേക്ക് കമൻറ്റ്, ദിയ, ഫിയ അല്ലെങ്കിൽ ഫാത്തിമ, ഇങ്ങനത്തെ ഒരുപാട് പേരുകൾ ഫേക്കാണ്. അതായത് ഒരു ബോയ്, അതായത് ഒരു സ്ഥലത്തു നിന്നാണ് ഈ മെസ്സേജ് മൊത്തം വരുന്നത്. അതൊക്കെ പല മീഡിയക്കാരും നമ്മളോടുള്ള ശത്രുക്കളുള്ള ചാനലായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടികളായിരിക്കാം. സോ അടുത്ത വീഡിയോയിൽ കാണാം.